പ്രാർത്ഥന കേൾക്കണമേ സർവേശ്വരാ, പ്രാർത്ഥന കേൾക്കണമേ. ഈ ലോകമാകെയും സൃഷ്ടിച്ച ശ്രേഷ്ഠാവേ, കരുണയുണ്ടാകണമേ സർവേശ്വരാ, പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന കേൾക്കണമേ സർവേശ്വരാ, പ്രാർത്ഥന കേൾക്കണമേ. ഭഗവാന്റെ പാതാരവിന്ദം നമസ്കരിച്ച് ആചാര്യന്മാരെയും ഭക്തജനങ്ങളെയും എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പൂരം ജന്മനക്ഷത്രം മഹാമഹത്തിനോട് അനുബന്ധിച്ചുണ്ടായ അനുഭവ കഥകൾ ഞാൻ പങ്കുവച്ചിരുന്നല്ലോ. എന്നാൽ ഭഗവാന്റെ തിരുവവതാര കാലത്ത് നടന്ന ഒരു അത്ഭുത സംഭവത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ചും പല പൂരങ്ങളിൽ നടന്ന ചില അനുഭവങ്ങൾ ഞാൻ പങ്കുവെച്ചു കൊള്ളട്ടെ. അത് ധീർത്തരസ്വാമിയുടെ അവതാര പുരുഷനായ എൻ്റെ ഗുരുദേവൻ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ വരികൾ വായിക്കുന്നത്. ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ മഴ മാറ്റിയ അത്ഭുത സംഭവം. ഗുരുദേവരുടെ 69ാമത് ജന്മനക്ഷത്ര മഹോത്സവം 1117 വാണ്ട് മേടമാസത്തിലെ പൂരം നാളിൽ മാവേലിക്കര കൊറ്റാറുകാവ് സ്ഥാപനത്തിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. അന്നേ ദിവസം നടത്തിയ മഹാസമ്മേളനത്തിൽ അധ്യക്ഷൻ മാവേലിക്കര കൊട്ടാരത്തിലെ രാമവർമ്മ വലിയ രാജ ആർട്ടിസ്റ്റ് ആയിരുന്നു. സമയം പകൽ 3 മണി കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിലും വെളിച്ചമില്ലാതായി ഭയങ്കര മഴക്കാറ് മൂലം സന്ധ്യ കഴിഞ്ഞ പോലെ വെളിച്ചം ഇല്ലാതായി തീർന്നു. ആദ്യത്തെ പ്രസംഗകൻ പണ്ഡിറ്റ് കോന്നിയൂർ ഗോവിന്ദപിള്ളയായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വലിയ മഴയുടെ ആരംഭം കൊണ്ട് ചെറുതായി മഴ പെയ്യാൻ തുടങ്ങി. ആ അവസരത്തിൽ പ്രസംഗകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: മഴ വലുതായി പെയ്യുവാൻ പോവുകയാണ്. ഇനിയും മറ്റൊരു സമയം നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം കേൾക്കാം. പെട്ടെന്ന് തന്നെ എല്ലാവരും എഴുന്നേറ്റ് വീവിംഗ് സ്കൂളിലേക്ക് മറ്റുമായി മാറിക്കൊള്ളുവിൻ. ഇപ്പോഴും ഉണ്ട് നെയ്ത്തുശാല ആശ്രമത്തിൽ. എല്ലാവരും പന്തലിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ പ്രസംഗവേദിയിൽ ഉണ്ടായിരുന്ന ഗുരുദേവൻ ചാടി എഴുന്നേറ്റ് ആരും പോകരുത്, ഇരിക്കുവിൻ എന്ന് ആജ്ഞാപിച്ചു. ഗുരുകൽപ്പനയല്ലേ, എല്ലാവരും ഇരുന്നു. അതിനുശേഷം ഗുരുദേവൻ സംസാരിച്ചത് അന്നത്തെ പോലെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇത് ധീർത്തരസ്വാമികൾ എഴുതിയ വാക്കുകളാണ്. അത് ഇപ്രകാരമായിരുന്നു: നമ്മുടെ അധ്യക്ഷൻ്റെ അനുവാദം കൂടാതെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു പ്രസംഗം ചെയ്യുവാനല്ല, എൻ്റെ കരുത്തൊന്ന് പരീക്ഷിച്ചു നോക്കുവാനാണ്. അതിന് ഒന്ന് പിടിക്കണമെന്നുണ്ട്. ആരോട് പിടിച്ചു നോക്കാനാണ്? അധ്യക്ഷൻ തിരുമേനിയോടോ? അല്ല, അധ്യക്ഷനോട് ഞാൻ ഒരിക്കലും പിടിക്കുകയില്ല. പിന്നെ ആരോടാണ്? ഇവിടെ വന്നിട്ടുള്ള പ്രസംഗകരോടോ? അല്ല, അവരോടുമില്ല. അവരെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് പിടിക്കുവാനല്ല, പ്രസംഗിക്കാനാണ്. ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള സുഹൃത്തുക്കളായ മാന്യന്മാരോടുമല്ല. പിന്നെയുള്ളത് എൻ്റെ ശിഷ്യഗണങ്ങളാണ്. ആ കുഞ്ഞുങ്ങളോട് പിടിക്കുകയില്ല. ഈ ലോക പ്രകൃതിയോടൊന്ന് പിടിക്കാനാണ്. അവൾ അറിഞ്ഞില്ലേ ഇന്ന് അവളുടെ പുരുഷൻ്റെ ജന്മനാളാണെന്ന്? ഈ ശുഭദിനത്തിൽ അനുകൂലിച്ച് സന്തോഷിക്കേണ്ടവൾ എന്താണ് കരിമുഖവും വീർപ്പിച്ചു കാട്ടിക്കൊണ്ട് കരയാൻ തുടങ്ങുന്നത്? അതിന് ഞാൻ അനുവദിക്കുകയില്ല എന്ന് കൽപ്പിച്ചുകൊണ്ട് തൻ്റെ വലത് കൈവശം ഉണ്ടായിരുന്ന വേത്രദണ്ഡ്, ചൂരൽ വടി, അതിപ്പോഴും ആശ്രമത്തിൽ ഇരിക്കുന്നുണ്ട്. ആ വടി നേരെ മുകളിലോട്ട് മഴക്കാരനെ നോക്കി അടിക്കാനായി ഓങ്ങിയ ശേഷം മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട്, ഇവിടെ മഴ പെയ്യണ്ട, അതിവേഗത്തിൽ എങ്ങോട്ടേലും മാറിക്കൊള്ളുക. അതല്ല, പെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മെയ്പോട്ട് പെയ്തു കൊള്ളുക, എങ്കിൽ നിന്റെ പുറം നാം അടിച്ചു കീറിക്കളയും എന്ന് ആജ്ഞാപിച്ചു. തദനന്തരം പ്രസംഗനെ വിളിച്ചു. സാറേ, പ്രസംഗിക്കുക, മഴ പെയ്യുകയില്ല എന്ന് കൽപ്പിച്ചു. അതിനുശേഷം മഴ പെയ്തു എങ്കിൽ ശിവാനന്ദ ഗുരു വെറും അബദ്ധവാക്ക് വിളിച്ചു പറഞ്ഞു എന്ന് എല്ലാവരും പറയുമായിരുന്നു. മഴ പാടെ മാറി, അന്തരീക്ഷം തെളിഞ്ഞു. സമ്മേളനം മറ്റു പരിപാടികളും ശുഭമായി തന്നെ നടന്നു. അതാണ് ഞാൻ പ്രകൃതി പുരുഷ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ സംബോധന ചെയ്തത്. ആത്മബോധോദയ സംഘത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. എങ്കിലും ഈ അവസരം ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. ഇതിന് സാക്ഷിയായിരുന്നവരാണ് എൻ്റെ അച്ഛനും വല്യച്ഛനും എല്ലാം. ആ ഉത്സവത്തിൽ പങ്കെടുത്തവരാണ്. ഇങ്ങനെയുള്ള ഈ ഒരു അത്ഭുത പ്രവൃത്തി മാത്രമല്ല, അനേകം അത്ഭുത പ്രവൃത്തികൾ ഭഗവാൻ ഗുരുദേവൻ കാണിച്ചിട്ടുണ്ട്. അത് ദർശിച്ചവർ അനേകം പേരാണ്. ദർശിച്ചവരിൽ നിന്നും ആ കഥകൾ കേൾക്കുവാൻ അടിയനൊരു ഭാഗ്യമുണ്ടായത്. കോടാനുകൂടി നന്ദിയോട് സ്തുതിച്ചുകൊണ്ട് ഈ ഒരു അനുഭവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമർപ്പിക്കട്ടെ.